കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ വീണ്ടും ന്യായീകരണവുമായി മുഖ്യമന്ത്രി. ചുരുക്കം ചില സഹകരണ ബാങ്കുകളിൽ മാത്രം വഴിതെറ്റിയ കാര്യങ്ങൾ നടക്കുന്നു. കരുവന്നൂരിലെ നിക്ഷേപകർക്ക് 111 കോടിയോളം തിരികെ നൽകിയെന്ന കേരളത്തിലെ സഹകരണ മേഖലയെ സംരക്ഷിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ സഹകരണ ബാങ്കുകളിലെ പണം CPM കൊള്ളയടിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങളോട് 3 വർഷമായി കള്ളം പറയുകയാണെന്നുമുള്ള പ്രധാനമന്ത്രിയുടെ പരാമർശത്തിന് പിന്നാലെയാണ് ന്യായീകരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയത്. കേരളത്തിലെ സഹകരണ മേഖലയെ സംരക്ഷിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്നും ചുരുക്കം ചിലയിടങ്ങളിലാണ് വഴിതെറ്റിയ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നല്ല രീതിയിലുള്ള വിശ്വാസം ആർജിച്ച ഒരു മേഖലയാണെന്ന്, അതിൻ്റെ ഭാഗമായാണ് കോടാനുകോടി രൂപയുടെ നിക്ഷേപവും കോടാനുകോടി രൂപയുടെ വായ്പകളും ഓരോ സഹകരണ സ്ഥാപനത്തിലൂടെയും നടക്കുന്നത്. ഇത് വിശ്വാസ്യതയുടെ പ്രശ്നം കൂടിയാണ്. ഇതേവരെയുള്ള അനുഭവം എടുത്ത് പരിശോധിച്ചാൽ നല്ല നിലയിലാണ് സഹകരണ മേഖലയെ സംരക്ഷിച്ചു പോന്നിട്ടുള്ളത്. ആ വിശ്വാസ്യത നിലനിർത്തി പോകാൻ സഹകാരികളും നല്ല ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം, മനുഷ്യരാണ് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത്. ആ മനുഷ്യരിൽ ചില ഘട്ടത്തിൽ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം സ്വീകരിക്കുന്നവരുണ്ടാകാം. അതിൻ്റെ ഭാഗമായി ചിലർ വഴിതെറ്റിയ നിലപാട് സ്വീകരിക്കും. ആ വഴിതെറ്റിയ നിലപാട് സ്വീകരിക്കുന്നവരോട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും വകുപ്പിൻ്റെ ഭാഗത്തു നിന്നോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകാറില്ല. ഞങ്ങൾക്ക് കള്ളം പറഞ്ഞ ശീലമില്ല, വാഗ്ദാനങ്ങൾ നൽകിയാൽ നടപ്പിലാക്കുമെന്നും 111 കോടിയോളം രൂപ നിക്ഷേപകർക്ക് തിരികെ നൽകിയെന്നുമാണ് ന്യായീകരണം. അത് സാധാരണഗതിയിൽ കള്ളം പറഞ്ഞ ശീലം എനിക്കില്ല. അതെങ്ങനെയാണ് ബാധകമാവുക എന്ന് അദ്ദേഹം തന്നെ പരിശോധിച്ച് നോക്കിയാൽ മതി. ഇവിടെ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ അത് ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങളായാലും അവയെല്ലാം നടപ്പിലാക്കുന്ന രീതിയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. EDയുടെ അന്വേഷണം സമഗ്രമായി മുന്നോട്ടു പോകുമ്പോൾ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുന്നു എന്ന ആരോപണം വീണ്ടും ആവർത്തിക്കുകയാണ് മുഖ്യമന്ത്രി. അന്വേഷണം ചെന്ന് എത്തി നിൽക്കുന്നത് CPMന്റെ സമുന്നതരായ നേതാക്കളിലേക്കാണ്. കേന്ദ്രം സഹകരണ നിയമങ്ങൾ ശക്തമാക്കാനുള്ള നടപടികൾ തുടങ്ങിയതോടെ CPMന് ആശങ്കയും വർദ്ധിക്കുകയാണ്. ജനം, തൃശൂർ.